വെൽക്കം ടു എ ന്യൂ സെഷൻ ഓഫ് എം അക്കാഡമിയ. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് CRO ആണ്. CROയും ലിസാജസ് പാറ്റേൺ ആണ്. അപ്പം നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ടു CRO ആൻഡ് ലിസാജസ് പാറ്റേൺ എന്നാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. മൊഡ്യൂൾ 2-ലാണ് നമ്മളിത് കവർ ചെയ്യാം. ഓക്കെ, അപ്പം രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. CROൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ആസ് വെൽ ആസ് ലിസാജസ് പാറ്റേൺ ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ CRO എന്താണെന്നുള്ളതാണ്. CRO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാഥോഡ് റേ ഓസിലോസ്കോപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം. കാഥോഡ് റേ ഓസിലോസ്കോപ്പ്. അപ്പം ഇത് നമ്മൾ ആക്ച്വലി ലാബിലൊക്കെ നമ്മൾ ഇലക്ട്രോണിക്സ് ലാബിൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും CRO എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റ്. അത് നമുക്കറിയാം. നമ്മൾ എന്തിനാണ് ആക്ച്വലി നമ്മൾ CRO യൂസ് ചെയ്യണേ? ഇപ്പോൾ നമുക്കറിയാം ഫംഗ്ഷൻ ജനറേറ്ററിൽ പല വേവ് ഫോംസും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആ ജനറേറ്റ് ചെയ്യുന്ന വേവ് ഫോംസ് നമുക്ക് കാണണമെങ്കിൽ, അത് ഡിസ്പ്ലേഡ് ആയിട്ട് കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണത്? CROയിലോട്ട് ആ വേവ് ഫോമിനെ കണക്ട് ചെയ്യണത് അല്ലേ? അപ്പോൾ CRO എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു സർക്യൂട്ട്സ് അല്ലെങ്കിൽ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന് ഡിസൈനിനും ഡെവലപ്മെൻറ്റിനും ട്രബിൾ ഷൂട്ടിങ്ങിനൊക്കെ മെയിൻലി എററൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് CRO എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഒരു സർക്യൂട്ട് ഉണ്ട്. നമ്മൾ ആ സർക്യൂട്ട് ഡിസൈൻ ചെയ്തു, അതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം നമുക്ക് കാണണം. എത്ര ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, എത്ര ഫ്രീക്വൻസി ഉണ്ട്, ഫേസ് ഷിഫ്റ്റ് ഉണ്ടോ, അതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ വേവ് ഫോമിന് എന്ത് ചെയ്യണം? CROയിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യണത്? CRO യൂസ് ചെയ്യണം. അപ്പോൾ കാഥോഡ് റേ ഓസിലോസ്കോപ്പ് എന്നാണ് CROയിൽ നമ്മൾ പറയണത്. ഇനി അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, കാഥോഡ് റേ ഓസിലോസ്കോപ്പ്. ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ എഴുതുമ്പോൾ തന്നെ അതായിരിക്കണം. ഇനി CROയിൽ ആക്ച്വലി നമ്മൾ 3 കാര്യങ്ങളാണ്, ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ് ചെയ്യണത്. നമുക്ക് ഔട്ട്പുട്ട് സിഗ്നൽസിനെ, ഏത് സർക്യൂട്ടിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിഗ്നൽസിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും, വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ് തിങ്. അപ്പോൾ കാണുന്നത് മാത്രമല്ലല്ലോ കാര്യം. നമ്മളെ ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള ലെവൽസിൽ ഔട്ട്പുട്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും ടൈമൊക്കെ എത്തിയിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. മെഷർ സിഗ്നൽ ക്യാരക്ടറിസ്റ്റിക്സ്, ആ സിഗ്നലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? മെഷർ ചെയ്യാൻ പറ്റണം. രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിഗ്നലിൻ്റെ ബിഹേവിയർ, അതിൻ്റെ ഫേസിൻ്റെ ഡിഫറൻസ് അല്ലെങ്കിൽ രണ്ട് സിഗ്നൽസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ള മെഷർ ആസ് വെൽ ആസ് അനലൈസ് ചെയ്യാനും കൂടെ നമുക്ക് എന്ത് പറ്റും? CROയിൽ പറ്റും. അടുത്ത പോയിന്റ് ഇതായിരിക്കണം. 3 ഇമ്പോർട്ടൻറ്റ് യൂസസ് CRO നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യണമെന്ന്? വിഷ്വലൈസ് ചെയ്യാൻ, മെഷർ ചെയ്യാൻ, അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CRO യൂസ് ചെയ്യണത്. അപ്പോൾ CROൻ്റെ മെയിൻ കമ്പോണൻറ്റ് നിങ്ങൾ കാണുന്നത് ആക്ച്വലി പുറമെയുള്ളൊരു പെട്ടി മാത്രമാണ്, ബോക്സ് മാത്രമാണ് CROൻ്റെ. അതിന് നമ്മൾ ആക്ച്വലി പറയണത് CRT എന്നാണ്, കാഥോഡ് റേ ട്യൂബ് എന്നാണ് പറയണത്. അപ്പോൾ ആ കാഥോഡ് റേ ട്യൂബ് ചിലപ്പം ചില കോളേജുകളിലൊക്കെ നമുക്കത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതൊരു ഇതേപോലെ അതിൻ്റെ സൈഡ് വ്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഫ്രണ്ടിൽ കാണുന്ന പച്ച പോർഷനാണ് ആക്ച്വലി അതിൻ്റെ ഫ്രണ്ട് സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല ഷേപ്പ് കാണുന്നത്, അത് എൻക്ലോസ് ചെയ്തിട്ടൊരു ബോക്സിലായിരിക്കും നമ്മൾ ശരിക്കും അത് കാണുന്നത്. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് ഈ ഒരു പോർഷൻ, ഈ ഒരു ബോക്സ് പോലത്തെ ഒരു ഫ്രണ്ട് വ്യൂ ആണിത്, സൈഡ് വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഹീറ്റിംഗ് കോയിലുണ്ട്. അത് കാഥോഡിനെ ഹീറ്റ് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ആ ഇലക്ട്രോൺസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രിഡ് ഉണ്ട്. അതിൻ്റെ ഫോക്കസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഫോക്കസിങ് ആനോഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ ആ ഫോക്കസ് ചെയ്യിക്കുന്ന ആനോഡ് വരെ എത്തിക്കുന്നത് പ്രീ ആക്സലറേറ്റിംഗ് ആനോഡ്സ് ഉണ്ട്. അതിനുശേഷം ആക്സലറേറ്റിംഗ് ആനോഡ്സ് ഉണ്ട്. അവിടെ നിന്നാണ് നേരെ ഇങ്ങോട്ടേക്ക് പോണത്. അതിനെ നമ്മൾ സ്ക്രീനിലോട്ട്, അത് 2 പ്ലേറ്റുകളുണ്ട് കേട്ടോ ആക്ച്വലി. വെർട്ടിക്കൽ ഡിറ്റക്ഷൻ പ്ലേറ്റ്, ഇവിടെ നിങ്ങൾക്ക് ഒരു വെർട്ടിക്കൽ ഡിറ്റക്ഷൻ പ്ലേറ്റ് കാണാം, ഡിഫ്ലക്ഷൻ പ്ലേറ്റ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സും കാണാൻ പറ്റും. അതിൽ നിന്ന് ചെന്ന് നേരെ എന്താണ് ഒരു ഫോസ്ഫറസ് സ്ക്രീനിലോട്ട് വീഴുവാണ് ചെയ്യണം. അപ്പോൾ ഇത് എൻ്റെ വർക്കിംഗ് ഒന്നുമല്ല, ജസ്റ്റ് ആ CRTയുടെ ഉള്ളിൽ എന്താണെന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ആക്ച്വലി വരണത്. അപ്പോൾ ഫോസ്ഫറസിൻ്റെ തൊട്ട് വന്ന ഇലക്ട്രോൺസ് വീഴുമ്പോൾ ആക്ച്വലി അവിടെ ഇലുമിനേറ്റഡ് ആവും, അവിടെ ലൈറ്റ് എമിറ്റ് ചെയ്യും. ആ ലൈറ്റാണ് നിങ്ങൾ CROയുടെ ഫ്രണ്ടിൽ ഒരു സ്പോട്ട് പോലെയൊക്കെ നിങ്ങൾ കാണുന്ന ലൈറ്റായിട്ട് കാണുന്നത്. ഈ വരുന്ന ഇലക്ട്രോൺ ബീംസ് ഫോസ്ഫറസ് ഫോസ്ഫറസ് സ്ക്രീനിൽ വന്ന് വീഴുമ്പോൾ ലൈറ്റ് എമിറ്റ് ചെയ്യും. ആ എമിറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ അവിടെ സിഗ്നലായിട്ട് ആ വന്ന് വീണ സ്ഥലത്താണ് നിങ്ങളൊരു സിഗ്നൽ പോലെ കാണുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഓരോന്ന് എന്തിനാന്ന് ആക്ച്വലി നോക്കാം. അപ്പം കാഥോഡ് റേ ഓസിലോസ്കോപ്പിൽ CRT വേണം, അതാണ് കാഥോഡ് റേ ട്യൂബ്, അതാണ് നമ്മൾ ഈ കണ്ടത്. ഓക്കെ, ഇനി അതുകൂടാണ്ട് അതിനുള്ളിൽ ഇലക്ട്രോൺസ് ഉണ്ട്, ഫോക്കസിങ് ആനോഡ്സ് ഉണ്ട്, പ്രീ ആക്സലറേറ്റിംഗ് ആനോഡ്സ് ഉണ്ട്, ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ്സ് ഉണ്ട്, ഒരു ഫ്ലൂറസെൻറ്റ് സ്ക്രീൻ ഉണ്ട്, അതായത് ഫോസ്ഫറസിൻ്റെ ഒരു സ്ക്രീൻ ഉണ്ട്, പിന്നെ ഗ്ലാസ് എൻവലപ്പ് ഉണ്ട്, പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള പവർ സപ്ലൈ വേണം. അപ്പോൾ എക്സ്റ്റേണൽ കുറച്ച് കാര്യങ്ങളും കൂടെ വേണം. അപ്പം ഇത് CRTയുടെ ഉള്ളിലുള്ള കമ്പോണൻസ് ആണ് മിസ് കൊടുത്തിരിക്കുന്നത്. അപ്പം മെയിൻലി
സി ആർ ഒന്റെ ബ്ലോക്ക് ഡയഗ്രാം ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. സി ആർ ടി ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേതാണ്. പക്ഷെ ബ്ലോക്ക് ഡയഗ്രാം ആ സി ആർ ടി ആണ് നേരത്തെ നമ്മൾ കണ്ടതാണ് ഈ സ്ട്രക്ചർ. ഇതിൻ്റെ ഉള്ളിലുള്ളതാണ് നമ്മൾ അവിടെ കണ്ടിരിക്കണേ. അത് മിനിമൈസ് ചെയ്തിട്ടുള്ള ഡയഗ്രാം ആണ് ഇത്. പക്ഷെ എൻറ്റയർ സി ആർ ഒ എന്ന് പറയുമ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം സി ആർ ടിയിൽ ഓരോ കമ്പോണൻസ് എന്തിനാന്ന് നോക്കാം. എന്നിട്ട് നമ്മൾ ഈ ബ്ലോക്ക് ഡയഗ്രാം നോക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഈ സി ആർ ടിയിൽ നമ്മൾക്കറിയാം ആദ്യമേ ഉള്ളത് ഹീറ്ററാണ്. അപ്പോൾ ഹീറ്റർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാഥോഡിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹീറ്റർ ഉപയോഗിക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന കമ്പോണൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാഥോഡാണ്. അതായത് ഇവിടെ നമുക്ക് ഹീറ്റർ ഉണ്ട്, അതിന് കാഥോഡാണ്. കാഥോഡിൽ നിന്നാണ് നമുക്ക് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യണം. അപ്പോൾ കാഥോഡ് എന്താ ചെയ്യണത്? ഇലക്ട്രോൺസ് നമ്മൾ സഫിഷ്യൻ്റ്ലി ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പവർ സപ്ലൈ കൊടുക്കുന്നത് ഹീറ്റഡ് ആവും. ഹീറ്റഡ് ആയി കഴിയുമ്പോൾ അതിനകത്ത് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന നമ്മൾ കാണുന്ന കൺട്രോൾ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഗ്രിഡാണ്. അത് നെഗറ്റീവ് പൊട്ടൻഷ്യലാണ്. അത് ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റിനെ അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റീനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഗ്രിഡ് യൂസ് ചെയ്യണത്. അപ്പം ഇത് ഗ്രിഡ് നമ്മൾ മെയ്ഡ് ചെയ്യണത് നിക്കൽ വെച്ചിട്ടാണ്. അത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ തന്നെയാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പുറത്തോട്ടൊന്നും റിഫ്ലക്ട് ചെയ്ത് പോകത്തില്ല. അത് കറക്റ്റായിട്ട് അലൈൻഡായിട്ട് എങ്ങോട്ടേക്ക് തന്നെ പോവും? അടുത്ത ഫോക്കസിങ് ആനോഡ്സ് അല്ലെങ്കിൽ പ്രീ ആക്സിലേറ്റിംഗ് ആനോഡ്സിലോട്ട് തന്നെ നമ്മൾ അതിൻ്റെ മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അപ്പോൾ ഗ്രിഡ് ഉണ്ട്. അപ്പോൾ ഗ്രിഡ് അതിനെ എങ്ങോട്ടേക്ക് എത്തിക്കും? പ്രീ ആക്സിലറേറ്റിംഗ് ആനോഡ്സിലോട്ട് എത്തിക്കും. അപ്പോൾ ഈ ആനോഡ് ആക്ച്വലി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റിനെ, ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റിനെ ഒന്ന് സ്പീഡ് ചെയ്യാൻ, ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പ്രീ ആക്സിലറേറ്റിംഗ് ആനോഡ്സ് യൂസ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് ഫോക്കസിങ് ആനോഡ്സ് ആണ്. നമ്മൾ ഇതിനെ കറക്റ്റായിട്ട് എങ്ങോട്ടേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്? സ്ക്രീനിലോട്ടാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫോക്കസിങ് ആനോഡ്സ് ഉണ്ട്. അതിനൊന്നുകൂടെ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്സിലറേറ്റിംഗ് ആനോഡ്സ് ഉണ്ട്. ഈ ആക്സിലറേറ്റിംഗ് ആനോഡ്സും പ്രീ ആക്സിലറേറ്റിംഗ് ആനോഡ്സും ഒക്കെ ഭയങ്കര ഹൈ വോൾട്ടേജ് ആയിട്ടുള്ള ആനോഡ്സ് ആണ്. അറൌണ്ട് 1500 വോൾട്ടൊക്കെയാണ് അത് നമ്മൾ യൂസ് ചെയ്യണത് ആക്സിലറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അതിനുശേഷം വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് ഉണ്ട്, പിന്നെ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് ഉണ്ട്, പിന്നെയാണ് ഫോസ്ഫറസ് സ്ക്രീനിൽ വന്ന് വീണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഹീറ്റർ പറഞ്ഞു. ഹീറ്റ് ആകുമ്പോഴേക്കും കാഥോഡ് ഇതിനകത്ത് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. അതിനെ ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രിഡ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രീ ആക്സിലറേറ്റിംഗ് ആനോഡ്സ് അതിനെ ആക്സിലറേറ്റ് ചെയ്യും. ഫോക്കസിങ് ആനോഡിനെ ഫോക്കസ് ചെയ്യും. ആക്സിലറേറ്റിംഗ് ആനോഡ്സും പ്രീ ആക്സിലറേറ്റിംഗ് ആനോഡ്സും അറൌണ്ട് 1500 വോൾട്ട് ആണ് അത് ഉണ്ടാവുന്നത്. അത് ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റിനെ ആക്സിലറേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി വരുന്നത് ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സും ഉണ്ട്, ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സും ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാവണമെങ്കിൽ ആക്ച്വലി നിങ്ങൾ സി ആർ ഒൻ്റെ സ്ക്രീനിൽ കുറേ കുട്ടി കുട്ടി സ്ക്വയർസ് ആണ് ആക്ച്വലി നിങ്ങൾ ഇതിനകത്ത് കാണുന്നത്. കുറേ കുഞ്ഞു കുഞ്ഞു സ്ക്വയറുകൾ കാണും ഇങ്ങനെ, അല്ലേ? അപ്പോൾ ഇത് എക്സ് ആക്സിസിൽ അതിനകത്ത് വേരി ചെയ്യണത് ടൈമും, വൈ ആക്സിസിൽ നമ്മൾ വേരി ചെയ്യണത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഈ വെർട്ടിക്കൽ ഡയറക്ഷൻസും വരുന്നതാണ് നമ്മുടെ ആംപ്ലിറ്റ്യൂഡും, ഹൊറിസോണ്ടൽ ഡയറക്ഷൻസിൽ വരുന്നതാണ് നമ്മുടെ ടൈം പീരീഡും. അപ്പോൾ എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ ആംപ്ലിറ്റ്യൂഡാണ്. അപ്പോൾ ഇതിന് ശരിക്കും ഒരു സൈൻ വേവ് ആണ് വരണമെങ്കിൽ അതിന് എക്സിലും വൈയിലും കറസ്പോണ്ടിങ് ആയിട്ടാണ് അതിന് മൂവ്മെൻറ്റ് വരണം, അല്ലേ? ഇത്ര ടൈം എത്തുമ്പോൾ ഇത് മാക്സിമം, ഇത്ര ടൈം എത്തുമ്പോൾ അത് 0 ആവും, ഇത്ര ടൈം എത്തുമ്പോൾ അത് മിനിമത്തിലോട്ട് വരും, ഇല്ലേ? ഓരോ എക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വൈ ഉണ്ട്, അല്ലേ? അപ്പോൾ ഇതിന് ഹൊറിസോണ്ടലി മൂവ് ചെയ്യണം, അതേസമയം വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻസും നടക്കണം. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സും ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സും നമ്മളത് കൊടുത്തിരിക്കണം. അപ്പോൾ അപ്പിലോട്ടും ഡൗണിലോട്ടും മൂവ് ചെയ്യണം, ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും മൂവ് ചെയ്യണം. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആണ് അതിൻ്റെ ടൈം ആക്സിസ് എന്ന് പറയുന്നത്. അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയുന്നത് അതിൻ്റെ വെർട്ടിക്കൽ മോഷൻ, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്കൊരു വേവ് ഫോം കിട്ടുന്നത്. അല്ലാതെ എക്സ് ആക്സിസിൽ മാത്രം വെച്ചിട്ടല്ല നമ്മളൊരു വേവ് ഫോം വരയ്ക്കണേ. എക്സും വൈയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളൊരു വേവ് ഫോം വരയ്ക്കണേ. അപ്പോൾ അതിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സും ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സും നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ ശരിക്കും അതിൻ്റെ എക്സ് ആക്സിസ് ടൈം പീരീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെർട്ടിക്കൽ എന്ന് പറയുന്നത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ഫ്ലൂറസെൻറ്റ് സ്ക്രീൻ വന്നത്. അപ്പം ഫ്രണ്ട് ഫേസ്, അതായത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കാണുന്നതാണ്. അതിനകത്ത് ഫോസ്ഫറസിൽ ഒരു കോട്ടിംഗ് ഉണ്ട്. ഫോസ്ഫറസ് വന്ന് ഹിറ്റ് ചെയ്യുമ്പോഴേക്കും അതിനകത്തൊരു ബ്രൈറ്റ് സ്പോട്ട്സ് വരും. അതാണ് പിന്നീട് നമ്മൾ സിഗ്നലായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സി ആർ ടിയുടെ ഉള്ളിലുള്ളത്. ഇനി സി ആർ ഒൻ്റെ ബ്ലോക്ക് ഡയഗ്രാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ശരിക്കും സി ആർ ഒ വർക്ക് ചെയ്യാൻ 2 വോൾട്ടേജ് വേണം. ഹൈ വോൾട്ടേജും വേണം, നോർമലി നമ്മുടെ 230 വോൾട്ടും വേണം. അതായത് ഹൈ വോൾട്ടേജ് വേണ്ടത് സി ആർ ടിക്കാണ്. അതായത് സി ആർ ടിയിലുള്ള നമ്മുടെ പ്രീ ആക്സിലറേറ്റിംഗ് ആനോഡ്സിനോട്ടും ഹൈ വോൾട്ടേജും, ബാക്കി എല്ലാ സർക്യൂട്ടിനും എന്ത് മതി? ലോ വോൾട്ടേജ് സപ്ലൈ മതി. അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു. നമുക്ക് ഏത് സിഗ്നലാണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ സിഗ്നൽ നമ്മൾ സി ആർ ഒൻ്റെ ചാനൽ 1 ചാനൽ 2 നമ്മൾ കൊടുക്കും. അപ്പോൾ അത് ആക്ച്വലി നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ആംപ്ലിഫൈ ചെയ്യും. നമുക്ക് കിട്ടുന്ന സിഗ്നലിനെ സി
CRO ഒന്ന് എന്ത് ചെയ്യും, ആംപ്ലിഫൈ ചെയ്യും. എന്നിട്ട് അതിനൊരു ഡിലേ കൊടുത്തിട്ടാണ്, ഇത് കണ്ടോ ഇതാണ് വെർട്ടിക്കൽ മൂവ്മെന്റ് കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഇതാണ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ്. ഇതിനകത്തുള്ള പ്രീ ആക്സിലറേറ്റിംഗ് ആനോഡ്സ് ഒന്നും ഇതിനകത്ത് കാണിക്കാത്തതാണ്. അപ്പോൾ കുറച്ചും കൂടെ വലുതാവും. അപ്പോൾ അത് മാറ്റിയിട്ട് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റും ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റും മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ നമ്മൾ ആദ്യം ആംപ്ലിഫൈ ചെയ്തിരിക്കണം ഒരു ഡിലേ കൊടുത്തിട്ട് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലോട്ട് കൊടുക്കും. അതേസമയം ഇതിൻ്റെ ഒരു ഇൻപുട്ട് എടുത്തിട്ട് നമ്മൾ കൊടുക്കുന്നത് ഒരു ട്രിഗർ സർക്യൂട്ടിൽ വഴി ടൈം ബേസ് ജനറേറ്റ് ചെയ്തിട്ടാണ് ഹൊറിസോണ്ടലിൽ കൊടുക്കണം. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ് ആക്സിസ് ആണ്, ടൈം പീരീഡ് വേരി ചെയ്യണം. അപ്പോൾ അതിനെന്താണ്, നമുക്കൊരു ടൈം ബേസ് ജനറേറ്റ് ചെയ്യണം. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം പീരീഡ് വേരി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടൈം ജനറേറ്റർ ഉണ്ട്. അപ്പോൾ അതിലോട്ടാണ്, അതുവഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൊറിസോണ്ടൽ ആംപ്ലിഫയറിൽ കൊടുക്കണേ. അത് നിങ്ങൾക്ക് മനസ്സിലായോ? ഹൊറിസോണ്ടലി എന്ന് പറയുമ്പോൾ അതിനകത്ത് വേരി ചെയ്യണത് എന്തായിരിക്കും? ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസിൽ CROയിൽ നിങ്ങൾ കൺട്രോൾ ചെയ്ത് എന്താണ്, ടൈമാണ്. ഇങ്ങനെ അതായത് ഈ ആക്സിസിൽ അതിൻ്റെ ടൈമാണ് നിങ്ങൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് ആണ് ടൈം തരണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ എന്തോരം ടൈം ബേസ് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇത്രയും സർക്യൂട്ട് ഉള്ളതുകൊണ്ട് നമ്മുടെ സിഗ്നൽ ഇവിടെ എത്താൻ ഒരു ഡിലേ ഉണ്ട്. അതേ സമയത്ത് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് അവിടെ എത്താൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിന് മുന്നേ ഒരു കുഞ്ഞ് ഡിലേ കൊടുത്തിട്ടുണ്ട്. കാരണം ആദ്യം ടൈം സെലക്ട് ചെയ്യണം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വരണം. അതിനാണ് നമ്മൾ ഇവിടെ ഒരു ഡിലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെർട്ടിക്കൽ ആംപ്ലിഫയറിലൂടെ വന്ന് വെർട്ടിക്കൽ ഡിഫ്ലക്ഷനിലോട്ട് വരുന്നത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡും, ഹൊറിസോണ്ടലിലോട്ട് വരണം എന്തായിരിക്കും, അതിൻ്റെ കറസ്പോണ്ടിങ് ടൈം പീരീഡുമാണ്. അങ്ങനെ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് ആ ഫോസ്ഫറസ് സ്ക്രീനിൽ ഇലക്ട്രോൺ വന്ന് വീണ് ആ ലൈറ്റ് ആ കറസ്പോണ്ടിങ് ലൊക്കേഷനിൽ അത് അവിടെ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ CROൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വെർട്ടിക്കൽ ആംപ്ലിഫയർ ഉണ്ട്, അത് ആംപ്ലിഫൈ ചെയ്ത് ഒരു ഡിലേ വഴി വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിൽ കൊടുക്കും. ഹൊറിസോണ്ടലിൻ്റെ കേസിൽ ടൈം ബേസും കൂടെ ജനറേറ്റ് ചെയ്യണം. അത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻപുട്ട് വരുമ്പോൾ ഒരു ട്രിഗർ വരും. അപ്പോൾ അതിന് കറസ്പോണ്ട് ആയിട്ടുള്ള ടൈം വരും. എന്നിട്ട് അതെന്ത് ചെയ്യും, ഹൊറിസോണ്ടൽ ആംപ്ലിഫയറിൽ ടൈം സെലക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് വോൾട്ടേജ് അവിടെ സെലക്ട് ചെയ്തിട്ട് അത് ഡിസ്പ്ലേ ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെയാണ് CROൻ്റെ ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ വർക്കിംഗ് വരണത്. CRTയുടെ ആണ് നമ്മളവിടെ എക്സ്പ്ലനേഷൻസ് കൊടുത്തിരിക്കുന്നത്. അതും ഇതും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതുമ്പോഴാണ് CROൻ്റെ വർക്കിംഗ് ആയിട്ട് വരണത്. ഓക്കെ, ഇനി ലിസാജസ് പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CROയിൽ കാണുന്ന ഒരു തരം പാറ്റേൺ ആണ് ലിസാജസ് പാറ്റേൺ എന്ന് പറയുന്നത്. അതായത് ലിസാജസ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ആക്ച്വലി നമ്മൾ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലും ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലും നമുക്ക് സിനുസോഡൽ സിഗ്നൽസ് തന്നെയാണ് കൊടുക്കണം. അതായത് CROൻ്റെ ഇൻപുട്ടിൽ നമ്മൾ രണ്ടിലും നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് സൈൻ വേവ് ആണ് കൊടുക്കണമെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് ഓരോ പാറ്റേൺ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ പാറ്റേൺസ് വെച്ചിട്ട് നമുക്ക് ആ രണ്ട് കൊടുക്കുന്ന സൈൻ വേവ്സ് തമ്മിലുള്ള ഫ്രീക്വൻസി റേഷ്യോ അല്ലെങ്കിൽ രണ്ട് വേവിനെ കമ്പയർ ചെയ്യാം, ഫേസ് ഡിഫറൻസ് ഉണ്ടോ, അതിനൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് ലിസാജസ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇത്രേ ഉള്ളൂ. CROയ്ക്ക് രണ്ട് ചാനലുണ്ട്, രണ്ട് ചാനലിലും രണ്ട് ഇൻപുട്ട് കൊടുക്കുക, പ്രൊവൈഡ് നമ്മൾ രണ്ടും സൈൻ വേവ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ വേവുകൾ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വേവ് ഇങ്ങനെ തുടങ്ങി, ഒരു വേവ് സ്റ്റാർട്ട് ചെയ്യണത് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. ഇത് 0 എന്നാണ്, ഈ പോർഷനിൽ നിന്നാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ രണ്ട് സിഗ്നൽ തമ്മിലുള്ള ഫ്രീക്വൻസിയുടെ റേഷ്യോ കണ്ടുപിടിക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ CROയിൽ ലിസാജസ് പാറ്റേൺസ് എടുക്കുന്നത്, അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് വേവുകൾ തമ്മിലുള്ള ഫേസ് ഡിഫറൻസും രണ്ട് വേവുകൾ തമ്മിലുള്ള ഫ്രീക്വൻസി റേഷ്യോയും കണ്ടുപിടിക്കാനാണ് നമ്മൾ ലിസാജസ് പാറ്റേൺ CROയിൽ പ്ലോട്ട് ചെയ്യണത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഫ്രീക്വൻസി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എങ്ങനെയാണ് ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് നമ്മളെപ്പോഴും പഠിക്കുന്നത് എക്സാമിന്. അപ്പോൾ CROൻ്റെ ഒരു ചാനലിൽ നമ്മളൊരു സൈൻ വേവ് കൊടുത്തു, മേളിൽ നമ്മൾ ഇതേപോലെ തന്നെ ഇപ്പം ഇവിടെ ഒരു സൈൻ വേവ് കൊടുത്തു, മേളിലും നമ്മളൊരു സൈൻ വേവ് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഇവിടെ സ്കിപ്പായിപ്പോയി. ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിൽ ഒരു സൈൻ വേവ് കൊടുക്കുന്നുണ്ട്, ഒരു ഫേസ് ഷിഫ്റ്റ് ഉള്ളൊരു സൈൻ വേവ് കൊടുക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ അതാണ് നമ്മൾ ഓരോ ഫേസും ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഓരോ കേസസും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഞാൻ കൊടുത്തേക്കണത് ഇതേപോലത്തെ തന്നെ സെയിം വേവാണ്. അതായത് ഇവർ തമ്മിൽ ഫേസ് ഡിഫറൻസ് ഒന്നും ഇല്ലെങ്കിൽ ഒരു ചാനലിൽ ഇതും ഒരു ചാനലിൽ ഇതും കൊടുത്താൽ നമുക്ക് CROയിൽ കാണുന്ന വേവ് ഫോം എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ലൈനായിരിക്കും കാണുന്നത്. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പാറ്റേൺ എങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇവർ തമ്മിൽ ഫേസ് ഡിഫറൻസ് ഒന്നുമില്ല. പകരം ഞാൻ കൊടുക്കുന്ന ഒരു ചാനലിലെ ഇൻപുട്ട് ഇതും ഒരു ചാനലിലെ ഇൻപുട്ട് ഇതുമാണ് കൊടുക്കണമെങ്കിൽ ഇവർ തമ്മിലൊരു 30 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് കിട്ടണത് ഇങ്ങനത്തെ ഒരു എലിപ്റ്റിക്കൽ സ്ട്രക്ചർ ആയിരിക്കും നമുക്ക് കിട്ടണത്.
ഓക്കെ. ഇനി ഞാൻ കൊടുക്കുമ്പോൾ 90 ഡിഗ്രി, ഇപ്പോൾ ഞാൻ കൊടുത്ത സൈൻ വേവിൻ്റെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഒരു ഇൻപുട്ടിൽ കൊടുത്തത് 0യിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ദാറ്റ് മീൻസ് ദേ ആർ ഹാവിങ് എ ഫേസ് ഷിഫ്റ്റ് ഓഫ് 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ CROയിൽ വരുന്ന വേവ് ഫോം എന്തായിരിക്കും? സർക്കിളായിരിക്കും വരണത്. ഇനി ഒരു 150 ഡിഗ്രിയുടെ ഷിഫ്റ്റും ഒരു 0 ഡിഗ്രിയുടെ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ലെഫ്റ്റ് സൈഡിലോട്ട് നിൽക്കുന്ന ഒരു എലിപ്റ്റ് ആയിരിക്കും വരണത്. 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആണ് ഇങ്ങനെ ഇരുന്ന സാധനം ഇങ്ങനെ ആയിട്ട് മാറും. ഓക്കെ. അപ്പോൾ നമുക്ക് 2 വേവ് ഫോം കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഏത് സ്ട്രക്ചറാണോ വരണേ, പാറ്റേൺ ആണോ വരണേ, ആ പാറ്റേൺ അനുസരിച്ച് അവർ തമ്മിലുള്ള ഫേസ് ഷിഫ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് 2 വേവ്സ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതേപോലെ തന്നെ 2 വേവ്സ് തമ്മിലുള്ള ഫ്രീക്വൻസി റേഷ്യോയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനാണ് നമ്മൾ ലിസാജസ് പാറ്റേൺ നമ്മൾ യൂസ് ചെയ്യണത്. ലിസാജസ് പാറ്റേൺ നമ്മൾ യൂസ് ചെയ്യുന്ന റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഫേസ് ഡിഫറൻസും ഫ്രീക്വൻസി റേഷ്യോയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പം അതിന് വേണ്ടി നമുക്ക് വേണ്ട എന്താണ്? 2 വേവ് ഫോംസ് വേണം. 2 വേവ് ഫോംസിനെയാണ് നമ്മൾ കമ്പയർ ചെയ്യണം. അപ്പോൾ അത് രണ്ടിനും കൂടെ നമ്മൾ CROയിൽ ഇൻപുട്ട് കൊടുക്കുക, അതിൻ്റെ ഔട്ട്പുട്ട് അനലൈസ് ചെയ്യുക, ആ പാറ്റേൺ വെച്ചിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ആ പാറ്റേണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിസാജസ് പാറ്റേൺ. സയൻറ്റിസ്റ്റിൻ്റെ പേരിലാണ് പാറ്റേൺ കൊടുത്തിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ലിസാജസ് പാറ്റേൺ എന്താണെന്ന് പഠിക്കണം, അതിൻ്റെ യൂസ് എന്താണെന്ന് പഠിക്കണം. ഈ ഒരു പാറ്റേൺ ഇങ്ങനെ പഠിച്ചു വെക്കണം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. ചിലപ്പോൾ 3 മാർക്സിനൊക്കെയാണ് ഇത് ചോദിക്കാനുള്ള പോസിബിലിറ്റീസ് ഉള്ളൂ ലിസാജസ് പാറ്റേണിനെ പറ്റി എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ ലിസണിങ്. ഇത്രയും കാര്യങ്ങളാണ് CROയിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ബ്ലോക്ക് ഡയഗ്രാം പഠിക്കണം, CRTയുടെ കമ്പോണൻസ് പഠിക്കണം, ലിസാജസ് പാറ്റേണും പഠിക്കണം. ഓക്കെ. താങ്ക്സ് ഫോർ ലിസണിങ്.